വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അമേരിക്ക ഹമാസ് അന്തർധാരകൾ മറനീക്കി വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഹമാസിനെ ഭീകരരാജ്യമായി പ്രഖ്യാപിച്ച അമേരിക്ക തന്നെ ഹമാസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. ഇപ്പോഴിതാ ഹമാസ് സ്വമേധയാ ഒരു ഇസ്രായേൽ പട്ടാളക്കാരനെ, അതായത് അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേൽ പട്ടാളക്കാരനെയും 4 ഇരട്ട പൗരത്വമുള്ള ബന്ദികളുടെ ഡെഡ് ബോഡിയും വിട്ടുനൽകുന്നതായി അറിയിക്കുന്നു. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രായേലുമായി ഒരു പരോക്ഷ ചർച്ച നടത്തിയതിന്റെ അനന്തരഫലമാണ് ഇതെന്നും റിപ്പോർട്ടുണ്ട്. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലെത്താൻ സമഗ്രമായ ഏതൊരു കരാറിനും തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് ഏപ്രിൽ 15 വരെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ബ്രിഡ്ജ് പ്രപ്പോസൽ താൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അത് ഒരു സുസ്ഥിരമായ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിന് സഹായിക്കും എന്നുമാണ്. ഹമാസ് അവശേഷിക്കുന്ന ജീവനുള്ള ബന്ദികളെ വിട്ട് അയക്കുമെന്നും പകരമായി ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ കൈമാറുകയും ചെയ്യും. കാര്യമായ മാനുഷിക സഹായം പുനരാരംഭിക്കുന്നതിനായി വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം ഹമാസ് നീട്ടും എന്നായിരുന്നു വിറ്റ്കോഫിന്റെ പരാമർശം. നിർഭാഗ്യവശാൽ ഹമാസിന്റെ പരസ്യ പ്രതികരണം അത് തീർത്തും നടപ്പിലാകാത്ത കാര്യമാണെന്നും സമ്പൂർണ്ണ വെടിനിർത്തൽ മാത്രമാണ് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുള്ള മാർഗം എന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ ചർച്ചയിൽ 4 ഇരട്ട പൗരത്വമുള്ള ബന്ദികളുടെ ഡെഡ് ബോഡികൾ ഒരു അമേരിക്കൻ ഇസ്രായേലി പൗരത്വമുള്ള ഇസ്രായേൽ സൈനികനെയും വിട്ടുനൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം ഇസ്രായേൽ അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഗസയിൽ. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നാളിതുവരെയായി ഏകദേശം 180 പലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഗസയിൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ 4 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. അതേസമയം അൽഷിഫ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ 25 ഫലസ്തീനികളുടെ ഡെഡ് ബോഡി ഗസയിലെ സിവിൽ ഡിഫൻസ് ടീം കണ്ടെടുത്തു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ സേന ഗസയിൽ അൽഷിഫ ആശുപത്രി ഉപരോധിക്കുകയും തകർക്കുകയും ചെയ്തപ്പോൾ ഏകദേശം 180 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. അവരെ ഒരു താൽക്കാലിക ശ്മശാനം എന്ന നിലയിൽ അവിടെ തന്നെയായിരുന്നു മറവ് ചെയ്തിരുന്നത്. ഗസ ഇസ്രായേൽ വിഷയത്തിൽ ഗസയ്ക്ക് വേണ്ടി ICCയിൽ കേസ് ഫയൽ ചെയ്ത രാജ്യമായിരുന്നു സൗത്ത് ആഫ്രിക്ക. ഇസ്രായേൽ ഇഷ്ടക്കാരനെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അതിനുള്ള പ്രതിഫലം സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ അംബാസഡർ ഇബ്രാഹിം റസൂലിന് ഇനി അമേരിക്കയിൽ സ്ഥാനമില്ലെന്നാണ്. വംശീയ അധിക്ഷേപകനായ അദ്ദേഹത്തിന് അമേരിക്കയെയോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയോ ഇഷ്ടമല്ല എന്നുള്ളതാണ് അമേരിക്ക അതിന് കാരണം കണ്ടെത്തിയത്. ട്രംപിന്റെ ഭരണവും അമേരിക്കയെ എക്കാലത്തെയും ഒരു മോശം കാലഘട്ടത്തിലേക്ക് എത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂയോർക്ക് സിറ്റിയിൽ കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ വർഷം കൊളംബിയൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും പലസ്തീൻ ആക്ടിവിസ്റ്റുമായ മുഹമ്മദ് ഖലീൽ എന്ന വിദ്യാർത്ഥി ഗസയ്ക്ക് അനുകൂലമായി പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയതിന് പ്രതികാര നടപടിയായി ട്രംപ് ഭരണകൂടം അദ്ദേഹത്തെ നാടുകടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഫെഡറൽ ജഡ്ജ് ഡിപ്പോർട്ടേഷൻ തൽക്കാലം തടയുകയായിരുന്നു. എന്നാൽ പുതിയ വീഡിയോകളിൽ മുഹമ്മദ് ഖലീലിനെ ഹാൻഡ്കഫ് ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മുഹമ്മദ് ഖലീലിനെ വിട്ടു നൽകുന്നതിന് വിദ്യാർത്ഥികൾ മുഖം മറച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ പ്രകടനം നടത്തി വരികയാണ്.